നമ്മള് ബക്കറ്റ് നോക്കിയേ. ഹായ് ഗൈസ്, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കോട്ടപ്പുറം മുസിരിയിലാണ് വന്നിരിക്കണേ. നമ്മളത് കടവെന്ന് പറയും. എന്തുകൊണ്ട് പറയും? വെറുതെ പറയും. ഞങ്ങളിന്ന് കോട്ടപ്പുറം കടവിലാണ് വന്നിരിക്കണത്. നല്ല തിരക്കാണ്. ഒരു കണക്കിന് ഞങ്ങൾക്ക് കാർ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇറങ്ങി നോക്കാം. ഞങ്ങൾ കടവിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഞങ്ങൾക്ക് കാർ പാർക്കിംഗ് കിട്ടിയത്. ഫ്രണ്ടിൽ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു. അവിടെയൊക്കെ ഫുള്ള് കാറാണ്. സാധാരണ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് കടവിലേക്ക് ഇറക്കാൻ പറ്റാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇറക്കണമുണ്ടായിരുന്നില്ല. തിരക്ക് കാരണം റെസ്ട്രിക്ഷൻ ചെയ്തതാണോന്നും അറിഞ്ഞൂടാ. എന്നാലും പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇവിടെ വരുമ്പോൾ പൊതുവെ ഒരു 4-5 മണിക്ക് ശേഷം നല്ല തിരക്കായിരിക്കുള്ളൂ. രാത്രി ആയിരിക്കുള്ളൂ ഇതുപോലെ ഈ സമയത്ത്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒരു 7:30-8 ആ ഒരു റേഞ്ചിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ഫാമിലികളും എന്താ പറയുക, വലിയവരും ചെറിയവരും കുഞ്ഞു കുട്ടികളും അവിടെ പാർക്കൊക്കെ ഉണ്ട്. പാർക്കിൽ കളിക്കാനും വന്നിങ്ങനെ ഇരിക്കാൻ നല്ലൊരു രസം തന്നെയാണ്. നമ്മൾക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് റിലാക്സ്ഡ് ആവും. കാറ്റും പിന്നെ എന്താ അവിടുത്തെ ലൈറ്റിങ്ങും അതൊക്കെ നല്ല രസമാണ് നമുക്ക്. എന്നാൽ അവിടെ പ്രത്യേകിച്ച് എന്ന് പറയാനും മാത്രം കുറേ റൈഡ്സുകളോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ശാന്തമായിട്ട് വന്നിരുന്നു ഒന്ന് റിലാക്സ്ഡായി. കപ്പിൾസ് ആണെങ്കിൽ കപ്പിൾസ്, ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ അവിടെ ബർത്ത്ഡേ പാർട്ടികളും അങ്ങനെ കുറേയൊക്കെ നടക്കാറുണ്ട്, അങ്ങനെ കാണാറുണ്ട്. അവിടെ നിലവിലിപ്പോൾ 1-2 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ആകെ 2 റെസ്റ്റോറൻറ്റോ വർക്കിംഗ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഐസ്ക്രീം, പോപ്കോൺ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അവിടെ. നമ്മൾക്ക് റൈറ്റ് സൈഡിൽ കൂടെയാണ് പോയത്. റൈറ്റ് സൈഡിൽ നമ്മൾക്ക് ഇങ്ങനെ നടന്നൊക്കെ പോവാം. നടപ്പാതയുണ്ട്. നല്ല രീതിയിൽ തന്നെ അതുണ്ടാക്കി ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഇതാക്കി. സൈഡിലൊക്കെ നല്ലപോലെ ചുവർച്ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല രസമാണ് കേട്ടോ. പിന്നെ ദാ ഈ വീട് ഇതെല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് പൊറിഞ്ചു മറിയം ജോസ് എന്നുള്ള ഫിലിം ഷൂട്ട് ചെയ്ത വീടാണ്. അതിൽ മറിയത്തിൻ്റെ വീടാണ്. ഇതിപ്പോൾ ഇരുട്ടായ കാരണം എനിക്ക് അവിടെ അത്രയും ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ തന്നെയാണ് ആ ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കോട്ടപ്പുറം മാർക്കറ്റ് ഒക്കെ തന്നെയാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ ഫോട്ടോ വരുന്നത്. ഇതിലെ മാവൊക്കെ കാണില്ലേ, ഈ മാവിലാണ് മറിയത്തിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. പിന്നെന്താ, നമ്മൾക്കിങ്ങനെ ചുവർച്ചിത്രങ്ങളും ഒക്കെ കണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പകൽ സമയത്തും നല്ല രസമായിരിക്കുള്ളൂ. ഞങ്ങൾ രാത്രി ജസ്റ്റ് ഒന്ന് എറണാകുളത്തേക്ക് പോണേക്ക് മുമ്പ് ഒന്ന് നടന്നിട്ടൊക്കെ ഒന്ന് പോകാം. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ പൊതുവേ എറണാകുളത്ത് നിന്ന് കൊടുങ്ങല്ലൂർക്ക് വരുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി വരാറ്. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ലേറ്റായിട്ടാണ് വരാറ്. 9:30-10 ആ റേഞ്ചിലായിരിക്കും. അപ്പോൾ എത്തുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലും കുറച്ച് പേര് മാത്രം, വിരളിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ വല്ലാത്ത തിരക്കായിപ്പോയി. നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റണില്ല. ഒരു കണക്കിനാണ് ഇരിക്കാനൊരു സീറ്റൊക്കെ കിട്ടിയത്. പിന്നെ മോനെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അവനിവിടെ ഓടിച്ചാടി നടക്കണതൊക്കെയാണ്. എന്നാലും അവൻ കുറച്ചൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്ന് അവനും ഇഷ്ടമാണ് ഇവിടെ വരുന്നത്. ഇവിടെ നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ള രീതിയിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇത് പകൽ ഓപ്പൺ ആണോ എന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും ഇത് ക്ലോസ്ഡ് ആയിരിക്കുള്ളൂ. പിന്നെ ഇതിൽ തൊട്ട് മുമ്പത്തായിട്ടും ഒരെണ്ണമുണ്ട്. അവിടെ ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ആ റെസ്റ്റോറൻറ്റ് വർക്കിങ്ങും ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്നും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് എന്ന് പറയാം. ഇവിടെ ടാറ്റു ഷോപ്പ് ഉണ്ട്, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് വരുന്നത് ഓൾഡ് സ്കൂൾ ടീ എന്നാണ്. ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ ഇങ്ങനെ ചിക്കൻ ഫ്രൈ, ഫ്രഞ്ച് ഫ്രൈസ്, മൊമോസ്, അങ്ങനത്തെ ഷേക്സ്, അങ്ങനത്തെ ഒരുപാട് ഇതുണ്ടായി. ഞങ്ങൾ കയറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജലദോഷവും എല്ലാനൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എന്തായാലും വാങ്ങി നമ്മൾ ഇത് ചെയ്യും. എന്നാലും ഞങ്ങൾ പോയപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ട് തന്നെയാണ് പോയത്. ജസ്റ്റ് കുറച്ച് നേരമൊക്കെ നടന്നു, കുറച്ച് നേരം സീറ്റ് കിട്ടിയോടത്തൊക്കെ ഒന്ന് ഇരുന്ന് ഞങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് പോയി. ടുട്ടു ഇങ്ങോട്ട് വാ, ഇഞ്ചു വാ, ഇവിടെ ഇരിച്ചു.
ഇഞ്ചി മതി. അതിന്റെ അടുത്തുനിന്ന് അതിന്റെ ഷൂ പോട്ടോ. കുറേ കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ രണ്ടുപേരും ആകെ ടയേർഡായിപ്പോയി, വിശപ്പ് തുടങ്ങി. അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ല, ഒരു പാക്കറ്റ് പോപ്കോണും എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടെ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഫ്രണ്ട്സിനും ഫാമിലിക്കും വലിയവർക്കും ചെറിയവർക്കും ഒക്കെ വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. എല്ലാവരും കൊടുങ്ങല്ലൂരുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അവരെന്തായാലും അവർ പകലായാലും രാത്രിയായാലും ഒക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് ഉറപ്പാണ്. എന്നാലും പോകാൻ പറ്റുന്നവരൊക്കെ പോവുക. നല്ലൊരു വൈബാണ്. നമുക്കവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഗെറ്റ് ടുഗെദറോ അങ്ങനെയൊക്കെ നടത്തി നല്ല രസമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ, എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങൾ 3 പേരാണ്. ഞങ്ങളവിടെ ഇടയ്ക്ക് ഗെറ്റ് ടുഗെദറൊക്കെ നടത്തിയിട്ടൊക്കെ ഉണ്ട്. രാത്രിയല്ല, പകൽ ഞങ്ങൾ 3 പേരും വന്ന് കുറേ നേരമൊക്കെ കത്തിയൊക്കെ അടിച്ച് ഒക്കെ വല്ലാത്തൊരു സന്തോഷമാണ് നമ്മൾക്ക് എല്ലാവരും കൂടി അങ്ങനെയൊക്കെ പോകാം. അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.